Hello. Good afternoon. Good afternoon, Miss. Good afternoon. Yes. Ready ആയോ എല്ലാവരും? കഴിഞ്ഞോ നമ്മുടെ? ഇല്ലല്ലോ. കഴിഞ്ഞില്ലല്ലോ. അറിയാലല്ലോ കുട്ടികളുണ്ട് അവിടെ. ഇന്നലെ ഇത്ര ഉണ്ടായുള്ള 4 പേരുണ്ടായല്ലോ ഇന്നലെ. അല്ലെങ്കിൽ ഇന്നലെ വരാത്ത 10 പേരാണ് അതിനോടെ ഇരിക്കുന്നത്. 5 പേരില്ല, 3 പേരുള്ളൂ. ഒരെണ്ണം സ്മാർട്ട് സ്ക്രീനാണ്. ഇവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് ഒക്കെ റെക്കോർഡ് ആവുന്നതോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ടെക്നീഷ്യനാണ് കയറിയിരിക്കുന്നത് ഒരാള്. ഇപ്പൊ 4 ആള്. ഇത്ര പിള്ളേരുണ്ടാവാറുള്ള അനു ചോദിക്കട്ടെ. അനു സൗണ്ട് ഓൺ ആക്കിയിട്ട് പറയോ? അല്ല മിസ്സേ, 10 പേരൊക്കെ കാണും. 10, 11 അങ്ങനെ കാണും. അതാണ് അങ്ങനെയാണ് ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു 10 പേര്. ആണോ? അതെ. കേറാൻ വേണ്ടി വന്നോളായിരിക്കും ചിലപ്പോ അല്ലെ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തായാലും വരുന്നവര് വരട്ടെ. സൗണ്ട് കേട്ടിട്ട് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എംപ്ലോയി ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് which is laid by the Factories Act 1948 in its chapter 3. അതായത് ഫാക്ടറീസ് ആക്ട് 1948 അതിന്റെ 3ാമത്തെ ചാപ്റ്ററിൽ കുറച്ച് സെക്ഷൻസ് എന്തിന് നമ്മുടെ എംപ്ലോയീസിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ആരോഗ്യപരമായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകുമ്പോഴാണ് ആ ഓർഗനൈസേഷന് പല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകുക, അഡ്വാൻറ്റേജസ് ഉണ്ടാകുക. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്തത്, ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. എന്തിനാണ് എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കണം എന്ന് പറയുന്നത്? എന്താണ് പ്രാധാന്യം? എന്തിനു വേണ്ടി ഇത് എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കേണ്ടത് എന്നതാണ് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക്. അപ്പൊ എംപ്ലോയീസിനെ ഹെൽത്തി ആക്കാൻ എന്ന് വെച്ചാൽ ആർക്കും ഇൽ ഹെൽത്ത്, അതായത് ആരോഗ്യ പ്രശ്നങ്ങള്, അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അനുശാസിക്കേണ്ട കുറെ പ്രൊവിഷൻസ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ചില പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഫാക്ടറീസ് ആക്ട് 1948 കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അത് നമ്മൾ പറഞ്ഞു. 11 മുതൽ സെക്ഷൻ 11 തുടങ്ങി സെക്ഷൻ 20 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് പറഞ്ഞു കഴിഞ്ഞത് അല്ലെ? വായിച്ചു നോക്കിയോ എല്ലാവരും? അതിന്റെ ഉള്ളിൽ ഉള്ളതൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓരോ സെക്ഷൻസും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ സ്പിറ്റോൾസ്, ലാസ്റ്റ് സെക്ഷൻ, എംപ്ലോയീസിനെ ഹെൽത്തിനെ ബന്ധിക്കുന്ന അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെക്ഷൻസ് പറയുന്നതിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് സ്പിറ്റോൾസ്, സ്പിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കുന്ന ചില സൗകര്യങ്ങൾ, അതായത് എക്യുപ്മെന്റ്, അതായത് ആളുകൾ അവിടെ ഇവിടെയൊക്കെ പരിസരത്തൊക്കെ ഇങ്ങനെ സ്പിറ്റ് ചെയ്തിട്ടാൽ അതിൽ നിന്ന് ഉണ്ടാകാവുന്ന ചിലപ്പോഴൊക്കെ ചില ആളുകൾക്കൊക്കെ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ടു അവോയ്ഡ് ദിസ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയാ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേണ്ട സ്ഥലങ്ങളിൽ, കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പിറ്റോൾസ് സ്ഥാപിക്കണം എന്നുള്ളത്. ആൻഡ് സ്റ്റേറ്റിന്റെ നിയമപ്രകാരം എല്ലാ വർക്കേഴ്സും ആർ റെസ്പോൺസിബിൾ ടു സ്പിറ്റ് ഇൻ ദാറ്റ് സ്പിറ്റോൾസ്. ആ സ്പിറ്റോൾസിൽ തന്നെ എന്താ പറയാ, സ്ഥാപിച്ചിട്ടുള്ള സ്പിറ്റോൾസിൽ തന്നെ സ്പിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്നും അത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള നോട്ടീസ് ബോർഡുകൾ, നോട്ടീസും ഡിസ്പ്ലേ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞത്.
ആൻഡ് ആരെങ്കിലും ഈ പറയുന്ന നിയമമൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് പെനാലിറ്റി ഓർ ഫൈൻ അല്ലെ പിഴ ഈടാക്കാവുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് വലിയ എമൗണ്ട് ഒന്നുമല്ല, വിച്ച് ഈസ് നോട്ട് എക്സീഡിംഗ് റുപ്പീസ് 5. 5 രൂപയിൽ കൂടാത്ത, അതെ 5 രൂപയിൽ കൂടാത്ത ഒരു ഫൈൻ ഈടാക്കാം എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഹൈജീനിക് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ഒരു കാര്യങ്ങള് ഫാക്ടറീസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ചിലപ്പോ അനുശാസിക്കാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാത്ത ഫാക്ടറീസിന് അഗേൻസ്റ്റ് ഒക്കെ ചിലപ്പോൾ നടപടികൾ സ്വീകരിക്കേണ്ടി വരും, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുമ്പോൾ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ അപ്പൊ ചിലപ്പോ ആ ഓർഗനൈസേഷന് അഗേൻസ്റ്റ് ആയിട്ട് ചില ഫൈനുകൾ വരും. മനസ്സിലായോ? ഓർഗനൈസേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫാക്ടറീസ് ആക്ട് 1948 ഇതൊക്കെ ഓരോ സെക്ഷൻ തിരിച്ചൊക്കെ എഴുതി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല എങ്കിൽ പിന്നീട് എന്തെങ്കിലും അനാരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, എന്താണ് അതിന് കാരണം, അതിന്റെ റൂട്ട് കോസ് ഒക്കെ പോയി അന്വേഷിച്ചൊക്കെ പിടിച്ചു വരുമ്പോ അവിടുത്തെ ശുചിത്വ കുറവ്, ഇതുപോലെയുള്ള ചില കാര്യങ്ങളുടെ അശ്രദ്ധ കുറവ് ആണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അത്തരം ഓർഗനൈസേഷനും ഇതുപോലെയുള്ള ചില പിഴകളൊക്കെ ചിലപ്പോൾ ചുമത്തപ്പെടും. അതൊക്കെ ശ്രദ്ധിക്കാനായിട്ടാണ് ഈ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നൗ ലെറ്റ്സ് സീ വിച്ച് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ്. ഒരു ജോലി സ്ഥലത്ത് എന്താണ് ഈ എംപ്ലോയീസിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാധാന്യം, എന്തിനാണ്? യെസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എംപ്ലോയീസിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓർ ഡിക്രീസ് ഔട്ട്പുട്ട്. എന്നാൽ നമുക്കറിയാം ഓർഗനൈസേഷനിൽ ഈ പറയുന്ന പോലെ എംപ്ലോയീസിന് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ, രോഗം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അത് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഒരു പ്രശ്നമൊന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് രോഗം വന്നിരിക്കുമ്പോൾ കിട്ടില്ല. നമ്മൾ ആരോഗ്യത്തോടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ക്ലാസ്സിൽ ചിലപ്പോൾ 1-1.5 പേജ് നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത് പോകും അല്ലെ. ഇപ്പൊ ഇഫ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ, ഞാനിപ്പോ ഫിസിക്കലി എന്റെ ഹെൽത്ത് ഓക്കെ അല്ല, എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ എനിക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചു വന്ന അത്രയും ടോപ്പിക് നമുക്ക് എടുക്കാൻ സാധിച്ചൊന്നും വരില്ല. മനസ്സിലായോ? അതൊരു പ്രത്യേക പ്രൊപ്പോർഷനിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. കാരണം നിങ്ങളുടെ ഈ ഡ്യൂറേഷൻ ബിറ്റ്വീനിൽ നമുക്കത് തീർക്കണം. അപ്പൊ ഇതിന് ഒരു ആവറേജ് ഒരു ദിവസത്തിൽ ഇത്ര പേജസ് എടുക്കണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഐഡിയയിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തെങ്കിലും വയ്യായിട്ടൊക്കെ കൊണ്ടിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് അവിടെ തരാൻ പറ്റില്ല. അപ്പൊ ഡിക്രീസ്ഡ് ഔട്ട്പുട്ട് കുറയും. ഹസാർഡസ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകും. അപകടം നിറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപകടം നിറയാന്ന് പറഞ്ഞാൽ രോഗമല്ലേ, രോഗത്തോടുകൂടി എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ കെയർലെസ് ആണ്, നമ്മൾ അത്രയധികം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അത് എന്താ പറയുക, ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രവർത്തികളായിക്കോട്ടെ, മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാകട്ടെ, അതിനകത്തൊക്കെ ചില തെറ്റുകളും പോരായ്മകളൊക്കെ വന്ന് അതൊക്കെ കേടുപാട് വരാനോ അപകടങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീഡ് ടു എക്സ്ട്രാ ആബ്സെന്റിസം ഓഫ് എംപ്ലോയീസ്. അതായത് കൂടാതെ ഒരുപാട് എംപ്ലോയീസ് എന്താ പറയാ ലീവ് എടുക്കും അല്ലെ. കാരണം അസുഖമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ ഒട്ടും വയ്യാങ്കിൽ നമുക്ക് ജോലിക്ക് വരാൻ പറ്റില്ല, നമ്മൾ ലീവ് എടുക്കേണ്ടി വരും. അപ്പൊ അത് വർദ്ധിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എംപ്ലോയീസ് ആർ ഓഫ് ഈ ഹെൽത്ത്, അവരുടെ എംപ്ലോയീസിന്റെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ. പക്ഷേ എംപ്ലോയീസ് ആർ ഹെൽത്തി അല്ലെ, വളരെ ഹെൽത്തി ആണെങ്കിൽ അതനുസരിച്ചുള്ള റിസൾട്ട് ഔട്ട്പുട്ട് ഉണ്ടാകും അല്ലെ. നല്ല രീതിയിൽ ഭയങ്കര എന്താ പറയാ എനർജറ്റിക് ആയിട്ട് സ്മാർട്ടായിട്ട് ജോലികൾ പടപടയെ എന്നൊക്കെ ചെയ്തു തീർക്കും. പങ്ക്ച്വൽ ആയിരിക്കും, കൃത്യനിഷ്ഠയോടുകൂടി വരും അല്ലെ. ജോലികളൊക്കെ കൃത്യമായി ചെയ്യും. വളരെ അവെയർ ആയിരിക്കും, എല്ലാ കാര്യത്തിനെ കുറിച്ച് ഭയങ്കര ബോധ്യവും അതുപോലെ കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടും. സോ അതൊക്കെ ഇൻക്രീസ്ഡ് ആകും എന്തില്, എംപ്ലോയീസ് ആർ ഹെൽത്തി. അപ്പൊ ഒരു ഹെൽത്തി എംപ്ലോയി എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ഹാപ്പി, വളരെ സന്തോഷത്തോടെ ആയിരിക്കും. ആ ഒരു ദിവസം മുഴുവനും എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ചെയ്യും. സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും, എനിക്കത് ചെയ്യാൻ പറ്റും. കണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇറ്റ് വിൽ ബി ആൻ അഡ്വാൻറ്റേജ് ടു ദ ഓർഗനൈസേഷൻ. അതിന്റെ നേട്ടം ബിസിനസ് ഓർഗനൈസേഷൻ തന്നെയാണ്. അതായത് നല്ല രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് അവരവരുടെ ജോലി കൃത്യമായിട്ട് ആരും പറയാതെ ഉണ്ടാകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഓർഗനൈസേഷന് നേട്ടമാണ്. വളരെ താല്പര്യത്തോടെ കമ്മിറ്റ്മെന്റോടെ ചെയ്യുമ്പോൾ. പക്ഷെ ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ എംപ്ലോയീസ് ഷുഡ് ബി ഓൾവേസ് ഹെൽത്തി. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം, എംപ്ലോയീസ് ഹെൽത്തി ആയിരുന്നു. രോഗങ്ങൾ അവരെ കടന്നു പിടിക്കുമ്പോൾ ഈ ഔട്ട്പുട്ട് കുറയും, ലീവ് എടുക്കും, അതുപോലെ തന്നെ അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവില്ല. അതൊക്കെ വളരെയധികം, മാത്രമല്ല പല അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതൊക്കെ കൂടാൻ വർദ്ധിക്കാനാണ് സാധ്യത. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആയോ? അതില് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. നിങ്ങളൊന്ന് ഓക്കെ, ഒരാളെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണോട്ടാ, ഒരു തമ്പെങ്കിലും. ഓക്കെ, ഒരു തമ്പ് ഒന്ന് രചിതയുടെ
ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ആ ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ മതി. ഓക്കെ, അടുത്തത് ഇനി മാത്രമല്ല, ഈ when the employees are healthy, organizational expenses also will be reduced or decreased. അതായത് ഈ ഓർഗനൈസേഷന് പലതരത്തിലുള്ള ചെലവുകളെ കുറയ്ക്കാനായിട്ട് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ പറ്റും. നോക്ക്, ഇപ്പൊ എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗം വന്നു, പെട്ടെന്ന് എന്തെങ്കിലും രോഗമൊക്കെ വന്നു കഴിയുമ്പോൾ ഈ എന്താ പറയാ ജോലി സ്ഥലത്ത് നിന്നൊക്കെ ചിലപ്പോൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതിന്റെ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യണം? ഓർഗനൈസേഷൻ മീറ്റ് ചെയ്യണം, ഒബ്വിയസ്ലി. അല്ലെ, അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറ്? ഒരു ബിസിനസ് സ്ഥലത്ത് വെച്ചിട്ട് ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പൊ അവിടുത്തെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒന്ന് തലചുറ്റി വീണു, അയ്യോ നിങ്ങളുടെ വീട്ടിലെ ആള് ഇവിടെ തലചുറ്റി വീണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് ആരെങ്കിലും വീട്ടിൽ നിന്ന് വരുന്നത് വരെ അവിടെ കെട്ടിയിടോ നമ്മള്? ഇല്ലാലോ, അല്ലെ? ഹ്യൂമാനിറ്റി, ഹ്യൂമൈൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം, അല്ലെ? മരുന്നാണെങ്കിൽ മരുന്ന്, അതിന് വേണ്ടി വരുന്ന ചെലവ് നമ്മൾ എക്സ്പെൻഡ് ചെയ്യും. അപ്പൊ ഇത്തരം ഹെൽത്തി ആയിരിക്കുമ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതേസമയം അൺഹെൽത്തി ആകുമ്പോ ഈ പറയുന്ന എക്സ്പെൻസസ് വർദ്ധിക്കും. എക്സ്പെൻസസ് വർദ്ധിച്ചാൽ ഓർഗനൈസേഷന് അതിന്റെ നഷ്ടം, അല്ലെ? ഇതൊക്കെ ഇങ്ങനെ കൊടുക്കണ്ടേ, ചെലവൊക്കെ കൊടുക്കണ്ടേ? അപ്പൊ ഓർഗനൈസേഷന് ഇത്തരം തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങളൊക്കെ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ഇതുപോലുള്ള ഇഞ്ചുറീസ്, ഡിസീസസ്, ആക്സിഡൻസ് ഒക്കെ ഉണ്ടായാൽ അത് എക്സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ അതിലേക്ക് ഒഴിവാക്കാൻ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ്, വർക്കേഴ്സ് ഒക്കെ ഹെൽത്തി ആയിരിക്കണം, ഹെൽത്തി പീപ്പിൾ ആയിരിക്കണം. ക്ലിയർ ആയോ? അത് റോബസ്റ്റ് ഇൻഡസ്ട്രിയൽ വെൽബീയിങ്ങിന് സഹായിക്കുന്ന പറയുന്നത്. റോബസ്റ്റ് എന്താ? റോബസ്റ്റ് പറഞ്ഞല്ലോ, റോബസ്റ്റ് പറയാണോ? അല്ല, ആരോഗ്യത്തിന് തുടുതുടുത്ത് വളരെ എനർജറ്റിക് ആയിട്ട് സ്മാർട്ട് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് റോബസ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? അത് മറ്റേ റോബസ്റ്റ് പഴമല്ല കേട്ടോ. അപ്പൊ റോബസ്റ്റ് ഇൻഡസ്ട്രിയൽ വെൽബീയിങ് ആണ് ഉദ്ദേശിച്ചത്. നല്ല ചുറുചുറുക്കുള്ള ഒരു ഇൻഡസ്ട്രിയിലെ മൊത്തം എംപ്ലോയീസിന്റെ ആ ഒരു വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത്, അല്ലെ? നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ എംപ്ലോയീസ് എല്ലാവരും നല്ലതായിട്ടിരിക്കുക എന്നുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ an image of the organization as being responsible created to sound industrial health. ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് എന്ന് പറയുന്നത് അതിന് പുറത്തുനിന്ന് ആൾക്കാർ അതിനെ നോക്കി കാണുമ്പോൾ പുറത്തുള്ളവരും കണ്ടാലും പറയണം, ഇത് കണ്ടോ എംപ്ലോയീസിന്റെ അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ വളരെ ഹെൽത്തിയാണ്, അവര് ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കണ്ടോ, അതൊരു ഓർഗനൈസേഷന്റെ ഇമേജ് പുറത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ എംപ്ലോയീസിന്റെ ഹെൽത്തിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. Image of the organization also is created due to sound industrial health എന്നാണ് കേട്ടോ. ഈ സോഷ്യലി റെസ്പോൺസിബിൾ ഒന്നും അവിടെ ആവശ്യമില്ല. അതായത് ഓർഗനൈസേഷന്റെ ഇമേജ് ഉണ്ടാക്കുന്നത് അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ആണ്, നല്ല ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ആണ്. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, അതൊന്നും അണ്ടർലൈൻ ചെയ്യണ്ട. അടുത്തത്, ഇറ്റ് പ്രിസർവ്സ് ആൻഡ് എൻഷുവേഴ്സ് എൻഹാൻസ്മെന്റ് ഓഫ് ബ്രാൻഡ് വാല്യൂ ആൻഡ് ഇമേജ്. അത് തന്നെയാണ് വീണ്ടും പറഞ്ഞേക്കുന്നത്. ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് വിൽ. ഒരു ഓർഗനൈസേഷന്റെ ഗുഡ് വിൽ, എന്താ പറയാ, പേര് നിലനിർത്താൻ. അവിടെ അവിടെ ഒത്തിരി എന്താ പറയാ കഷ്ടപ്പെട്ട ജോലിയൊക്കെയാണ് ചെയ്യുന്നെങ്കിലും പക്ഷെ അവിടുത്തെ വർക്കേഴ്സിനൊന്നും അതിൻ്റെതായ ഒരു പ്രശ്നമില്ല. ബിക്കോസ് ആ ഓർഗനൈസേഷനിലെ എംപ്ലോയർ അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ പ്രിക്കോഷൻസും നടപടികളും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും അവർ ഫേസ് ചെയ്യുന്നില്ല. കണ്ടോ? അപ്പൊ അത് പുറത്തെത്തുന്നവര് ആ ഒരു ഓർഗനൈസേഷൻ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഉയർത്തി പറയും, അല്ലെങ്കിൽ അതിനെ എന്താ പറയാ അതിന്റെ ആ റെപ്യൂട്ടേഷനെ വാഴ്ത്തും. അതാണ് ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കാന്ന് പറഞ്ഞാൽ. ഓർഗനൈസേഷന്റെ ആ ഇമേജും ബ്രാൻഡ് വാല്യൂ ഒക്കെ വർദ്ധിക്കാൻ എന്ത് സഹായിക്കും? ഇൻഡസ്ട്രിയൽ ഹെൽത്ത് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഹെൽത്ത് സഹായിക്കുന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ആൻഡ് ഇറ്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് ആൻഡ് ദെയർ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഹെൽത്തി ആണെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആണ്. അത് മറ്റുള്ള എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും. നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് ഓരോ ജോലി ചെയ്യുന്നു, നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കൃത്യമായിട്ട് ചെയ്യുന്നു, അതിന്റെ നമ്മുടെ കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുന്നു. ഇതൊക്കെ ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അങ്ങനെയുള്ള അപ്പോഴേ നമുക്ക് പറ്റുള്ളൂ. അതല്ല എപ്പോഴും ആങ്ങി തൂങ്ങി നിൽക്കുന്നു, എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖം ആരെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് വിഭാഗം ആൾക്കാര് എന്നും രോഗികളായിട്ട് വരുന്നു. ചിലപ്പോ ലീവ് എടുക്കാനൊക്കെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് രോഗം വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോ വരും. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല, ലീവ് എടുത്തിട്ടില്ല, അവർ വരുന്നുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന ജോലി പക്ഷെ ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൽ മാറ്റം വരുന്നില്ല, കൊടുക്കേണ്ടി വരും. ലീവ് എടുത്തിട്ടില്ലല്ലോ, വന്നിരിക്കുകയാണ്. പക്ഷെ ആ ഔട്ട്പുട്ട് കുറയുന്നതിന്റെ ഫലമായിട്ട് അത് ശരിക്കും പറഞ്ഞ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഓർഗനൈസേഷൻ. അപ്പൊ എംപ്ലോയീസിന്റെ ഹെൽത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ്.
ഇനി മാത്രമല്ല, ഓൾവേസ് ദ എംപ്ലോയീസ് ഓർ ദ വർക്ക് ഫോഴ്സ് ഹാസ് ടു ബി ഇൻസ്പയർഡ് ടു റിമെയിൻ ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ്. എപ്പോഴും ഓർഗനൈസേഷനിൽ ആൾക്കാർ എങ്ങനെയായിരിക്കണം? ഫിസിക്കലിയും മെന്റലിയും അവർ ഫിറ്റ് ആയിരിക്കണം. എന്നുവെച്ചാൽ അവരുടെ ചെയ്യുന്ന ജോലികളൊക്കെ കൃത്യമായിട്ട് അവരുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള അധ്വാനം കൊണ്ട് അവർക്ക് അത് നിലനിർത്താൻ പറ്റും. ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ വർക്ക് ഫോഴ്സും എന്താകണം? ഇൻസ്പയർഡ് ആകണം. അത് എപ്പോഴേ പറ്റുള്ളൂ? എന്താ? എംപ്ലോയീസ് ആർ ഹെൽത്തി ആണെങ്കിലേ അത് പറ്റുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? 6 പോയിന്റുകളാണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ളത്. അതിലെ 2 പോയിന്റ്സിൽ 2 സെന്റൻസുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാമോ? 5 പോയിന്റ് ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ഭാഗം എംപ്ലോയി ഹെൽത്തും എംപ്ലോയി സേഫ്റ്റിയും ഉണ്ട് കേട്ടോ. എംപ്ലോയീസിന്റെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ വയ്യായികൾ വരിക, ആക്സിഡൻസ് വരിക, അതൊക്കെ എന്തെങ്കിലും രോഗവും ആക്സിഡന്റ് ഒക്കെ വരിക, അതാണ് എംപ്ലോയീസ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് എംപ്ലോയി സേഫ്റ്റി ആണ്. സേഫ്റ്റി, സുരക്ഷിതത്വം, എംപ്ലോയീസിന്റെ സുരക്ഷിതത്വം. വൈൽ വി ആർ ഡൂയിങ് എ വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ, ദ എംപ്ലോയീസ് ലൈഫ് ഹാവ് ടു ബി സേവ്ഡ് ബൈ ദ എംപ്ലോയർ. തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ ജീവനെ, അവരുടെ ലൈഫിനെ ഒക്കെ സെക്യൂർ ആക്കാൻ, സേഫ് ആക്കാനായിട്ട് അവരുടെ എംപ്ലോയർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അല്ല, നമ്മളുടെ ജീവനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജീവൻ അപകടം വരുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കാൻ എംപ്ലോയർക്ക് പറ്റില്ല. പക്ഷേ ഇൻ സം സ്പെഷ്യൽ കേസസ്, എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ്, ഈ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് they have to handle or deal with the many dangerous machines. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടം നിറഞ്ഞ ചില മെഷീൻസുമായിട്ടൊക്കെ ഇവർക്ക് ഡീൽ ചെയ്യേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും, പ്രവർത്തിപ്പിക്കേണ്ടി വരും. വലിയ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് they may cause some danger or accident. അവിടെ പല അപകടങ്ങളും ആക്സിഡന്റുകളും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെ സേഫ് ആക്കാൻ ഉത്തരവാദിത്തം. അല്ലാതെ ഞാനിപ്പോ ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുന്നു, ഒരു ആളുടെ ജീവൻ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്നത് അല്ലെ. എപ്പൊ നമ്മൾ വിളിച്ചാലും പോകാൻ തയ്യാറായിട്ടിരിക്കണം. പക്ഷെ അതൊന്നും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, അത് ആർക്കും പറ്റില്ല. കാരണം അത് ഒരാളുടെ കയ്യിലാണ് ഭദ്രമായി ഇരിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ നമ്മൾ പോകും. പക്ഷേ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വലിയ വലിയ എന്തെങ്കിലും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക. യു ജസ്റ്റ് സീ, ഇമാജിൻ ദോസ് ആർ വർക്കിംഗ് വിത്ത് ഇലക്ട്രിസിറ്റി. വലിയ വലിയ ഹൈ വോൾട്ടേജ് എന്താ പറയാ, നമ്മുടെ ട്രാൻസ്ഫോമറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നും ആലോചിച്ചേക്കെ. ട്രാൻസ്ഫോമർ ഒക്കെ പല സ്ഥലത്തിന്റെയും പവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് ട്രാൻസ്ഫോമർ അല്ലെ. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവര് ആ ജോലി ചെയ്യുമ്പോ നമുക്ക് പറയാൻ പറ്റില്ലേ, എപ്പോ വേണമെങ്കിലും അപകടങ്ങൾ വരാം അല്ലെ. ഒരു ജസ്റ്റ് ഒരു കറണ്ട് പാസ് ചെയ്തിട്ട് ഒറ്റ കാര്യമുള്ളൂ, ചെറിയ നിമിഷങ്ങൾക്കുള്ളിൽ ഒരാളുടെ ബോഡിക്ക് ഇങ്ങനെ ഇതാകാൻ സാധ്യത കൂടുതലുള്ളതാണ്. അപകടം നിറഞ്ഞ സാധ്യതകൾ കൂടുതലാണ് ഇത്തരം ജോലികൾക്ക്. വലിയ വലിയ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുക, യന്ത്രങ്ങളുടെ ഇടയിൽ പോയിട്ടുള്ള എത്രയോ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. യന്ത്രങ്ങളുടെ ഇടയിൽപ്പെട്ടു പോകുന്നത് കണ്ടിട്ടില്ല നിങ്ങളൊന്നും? പഴയ കാലത്തൊക്കെ ഇതിനൊന്നും പ്രിക്കോഷൻസ് എടുക്കാതെ, ഇതിനൊന്നും സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ചിലപ്പോഴൊക്കെ അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് സംഭവിക്കും. അപ്പൊ എംപ്ലോയീസിന്റെ ഹെൽത്ത്, അവരുടെ എന്താ പറയാ ശരീരം അല്ലെങ്കിൽ അവരുടെ ജീവൻ സേഫ് ആക്കുക എന്നുള്ളത് എംപ്ലോയി സേഫ്റ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയും. അത് ഹാവ് ടു ബി പുട്ട് ഇൻ ടു ഇഫക്ട്. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കണം. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡാമേജസ്, ഇഞ്ചുറീസ് ആൻഡ് ഓൾസോ ഹസാർഡ്സ് ടു പ്രോപ്പർട്ടി പേഴ്സൺ. ഇപ്പൊ വ്യക്തികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ഡാമേജ് ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളൊക്കെ വരാനുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ ചെയ്യാൻ പറ്റുന്ന ചില പ്രാക്ടീസസ്,
ചില നടപടികൾ. അതാണ് എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് മാനുഫാക്ചറിങ് ഉത്പാദന സ്ഥലത്ത് എന്തെങ്കിലും മെഷീൻസ് ഒക്കെ, വലിയ മെഷീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷൻ ഫേസസ് മെനി സേഫ്റ്റി എന്താ പറയാ ഡിഫിക്കൽട്ടീസ്. സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഓർഗനൈസേഷൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ എംപ്ലോയർ എപ്പോഴും ഉത്തരവാദിത്തമുള്ളവരാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എംപ്ലോയർ ഹാവ് എ നോൺ ട്രാൻസ്ഫറബിൾ റെസ്പോൺസിബിലിറ്റി എന്നാ തന്റെ ഉത്തരവാദിത്തം ഉള്ളത്. അല്ലാതെ അയ്യോ ഇത് ഞാനല്ല അതിന്റെ ആള് മറ്റേതാണെന്ന് പറയാൻ പാടില്ല. ഇത് മറ്റൊരാളുടെ തലയിൽ കൊണ്ടുവയ്ക്കേണ്ട ഒരു കാര്യമല്ല ഒരാളുടെ ജീവന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തെങ്കിലും വലിയ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ആ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട്. ചിലത് പിടിച്ച് കറക്കുമ്പോ നമ്മളും കയ്യിലൂടി കറങ്ങിപ്പോകും. നമ്മൾ പറയാൻ കൊണ്ടിട്ടാ കുറെ സെക്ഷൻസ് അതുണ്ട്. അപ്പൊ അതിനകത്ത് കറങ്ങി വീഴുക, അതിനകത്തേക്ക് ആയി പോകുക, എന്തോ അപകടം വരാൻ പറ്റുന്ന വഴിയാണ്. അപ്പൊ അതിന് ഒരു സുരക്ഷിതത്വം അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാൻ അറിയാൻ പാടില്ലാത്തവരെ കൊണ്ട് പണിയിപ്പിക്കണ്ട. അല്ലെങ്കിൽ അവന് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഒക്കെയാണ്. അത് ഓക്കെ ആയിട്ട് മാത്രമാണ് അവരെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്കൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. അതിന് പ്രിക്കോഷൻസ് എടുക്കണമെങ്കിൽ ഇതൊക്കെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തും കാണിച്ചും ഒക്കെ കൊടുത്തിട്ടുള്ള ശേഷം മാത്രമാണ് ചെയ്യിപ്പിക്കാൻ പാടുള്ള ഒറ്റയ്ക്കും. അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതല്ലാതെ വേഗം വന്നിട്ട് ജോലി കിട്ടി, ഇന്ന ജോലി ഉണ്ടോ നീ ചെയ്യേണ്ട, ഇന്ന മെഷീൻ നീ ഓപ്പറേറ്റ് ചെയ്യേണ്ട, അങ്ങനെ പോയി ചെയ്തോ എന്ന് പറയലല്ല. അതിന് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്, അതെല്ലാം ആൾക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് എംപ്ലോയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും അപകടം വന്നു, ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, ചിലപ്പോ പാർട്ട് ഓഫ് ദ ബോഡി ആളുടെ എന്താ പറയാ ഇല്ലാണ്ടായി പോയി, ഒരു ശരീര ഭാഗം മുഴുവൻ ഇല്ലാണ്ടായി, ഇങ്ങനെ വന്നിട്ട് അവസാനം എംപ്ലോയറോട് ചോദിക്കുമ്പോ ഓർഗനൈസേഷനിൽ വന്ന് ഇതിന്റെ എംപ്ലോയറിനെ വിളിക്കുമ്പോ പറയാനോ അയ്യോ ഇത് മാനേജ്മെന്റ് നോക്കിയില്ല, അവൻ നോക്കിയില്ല, ഇവൻ നോക്കിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് തന്റെ ചുമതലയാണ്. അപ്പൊ എംപ്ലോയർക്കാണ് അതിന്റെ മേല് എന്ത് വന്നാലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരുന്നത് എംപ്ലോയർ ആണ്. അതുകൊണ്ട് പറയുന്നത് എംപ്ലോയേഴ്സ് ഹാവ് a non-transferable responsibility to create a work environment for their employees. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള വർക്കിംഗ് അവസ്ഥകള് പരിസ്ഥിതി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മറ്റൊരാൾക്ക് കൈമാറാൻ പാടുള്ളതല്ല. അത് അവനവൻ തന്നെ എടുക്കണം. ഞാൻ ഇവിടുത്തെ ഇതാണെങ്കിൽ ഞാൻ ആളുടെ സുരക്ഷിതത്വത്തിന് ഞാൻ തന്നെയാണ് മുഖ്യ പങ്കാളി. അപ്പൊ ആൾക്ക് എന്തെങ്കിലും അവരുടെ ഡയറക്ട്ലി ഇറ്റ് വിൽ കം ടു മീ, നമ്മളിലേക്ക് അങ്ങനെ. മനസ്സിലായോ? എംപ്ലോയി സേഫ്റ്റിയുടെ ഫസ്റ്റ് പാരഗ്രാഫ് അതിൽ നമ്മള് ഫസ്റ്റ് സെന്റൻസ് എംപ്ലോയി സേഫ്റ്റി ഓർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്നും പേരുണ്ട് കേട്ടോ. Can be referred to the practices that are put into effect so that the threat of damage, injury and hazard to property, person or any place or section including producing, manufacturing or processing of merchandise is minimized. ഈ പറയുന്ന ഉൽപാദന സ്ഥലത്തോ മാനുഫാക്ചറിങ് സ്ഥലത്തോ അതുപോലെ തന്നെ കച്ചവട സ്ഥലത്തോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ വലിയ അപകടങ്ങൾ, അത് വസ്തുക്കൾക്കായിക്കോട്ടെ മനുഷ്യർക്കായിക്കോട്ടെ, ഇത്തരം അപകടങ്ങളും ഭീഷണികളും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളാണ് എംപ്ലോയി സേഫ്റ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഒരു പച്ച മലയാളത്തിൽ ആ സെന്റൻസ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, എന്റേതായ ഭാഷയിൽ ഞാൻ പറഞ്ഞു. പിന്നെ ആ സെന്റൻസിന്റെ മീനിങ് സെന്റൻസ് വായിച്ചിട്ടുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്, ഔദ്യോഗികമായി. ക്ലിയർ ആയാലോ? പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ലാസ്റ്റ് സെന്റൻസ് ആണ്. അതിലെ ഒന്നാമത്തെ മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഉത്തരവാദിത്വം വേറൊരാളുടെ ചുമതലയിലേക്ക് വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവസാനം ഇത് അവൻ ചെയ്യേണ്ടതായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരാണ് അത് ചെയ്യേണ്ടായിരുന്നെ, നോക്കട്ടെ, അന്വേഷിക്കട്ടെ, നത്തിങ്, ഒന്നുമില്ല. എന്തെങ്കിലും അപകടം വന്നു കഴിയുമ്പോഴാണ് ഇത് ഡയറക്ട്ലി വന്നിട്ട് ഇതിന്റെ എംപ്ലോയർ ആരാണ്, ചോദ്യം മാത്രമേ ഉള്ളൂ. അതിന് ഉത്തരവാദിത്വം എംപ്ലോയറുടെ തലയിലേക്കാണ് വരുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി സോ ദ എംപ്ലോയീസ് ഹാവ് ടു ബി വിജിലന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. അപ്പൊ അതുകൊണ്ട് എല്ലാ എംപ്ലോയീസും എപ്പോഴും വിജിലന്റ് ആയിരിക്കണം, അലേർട്ട് ആയിരിക്കണം അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കൂടുതൽ മിസ് ഹാപ്പനിങ്സ് ഉണ്ടാക്കാൻ കൊടുക്കാതെ മിസ് ഹാപ്പനിങ്സ് ഷോർട്ട് ഫോം ആണ് അവിടെ. മിസ് ഹാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പനിങ്സ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്, മിസ് ഹാപ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ സംഭവിക്കുക അല്ലെ.
നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ ഒരു മിസ്ഹാപ്പിനിങ്സ് ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ അത് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ ചെലവുകളൊക്കെ നഷ്ടപരിഹാരമൊക്കെ കൊണ്ടുവരുന്ന വരുന്ന ചെലവുകളൊക്കെ കുറയ്ക്കാനും ഒക്കെ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, വിജിലന്റ് ആയിരിക്കണം. നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് നമ്മൾ എടുത്തോ. ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് കൈകാര്യം ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വേണ്ട അത്യാവശ്യം വേണ്ട ഒരു ഗ്ലൗസ് ഒക്കെ ഉണ്ട് ഇവിടെ വരെയൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ കാലിന്റെ മുട്ട് വരെ എത്തി നിൽക്കുന്ന ഒരു ബൂട്ട്സ് അല്ലെ, അത് പിന്നെ അതുപോലെ തന്നെ അവരുടെ ക്യാപ്പ്, പിന്നെ ഇപ്പൊ ഗ്ലാസ് ഒക്കെ വെക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അണിഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ ചെല്ലുള്ളൂ. അല്ലാണ്ട് ഇത്രയും ഭീമാകാരമായിട്ടുള്ള ട്രാൻസ്ഫോമറിലൊക്കെ എന്തെങ്കിലും മെയിൻ്റനൻസോ റിപ്പയർമെന്റോ ഒക്കെ വേണ്ടി ഒന്ന് ഓടി അങ്ങനെ ചെന്ന് കയറുകയല്ല ചെയ്യണേ. വിത്ത് അവർ നേക്കഡ് ഹാൻഡ്സ്. നമ്മുടെ കയ്യിലൊക്കെ ഒന്നുമില്ല, അതിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കർണ കടിച്ച് പിന്നെ പറഞ്ഞ കാര്യമുണ്ടോ ഇല്ല. അപ്പൊ ഇത്തരം ചെലവുകൾ, ഇത്തരം മിസ്ഹാപ്പനിങ്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് എംപ്ലോയീസ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസ് ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ എംപ്ലോയറും അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻ എടുക്കണം, അതിന്റെ ഉത്തരവാദിത്തം പൊളിക്കാം. ഓക്കെ, മിസ്ഹാപ്പനിങ്സ് വർക്ക് പ്ലേസിൽ സാധാരണ ഉണ്ടാകും. പക്ഷെ അതിന്റെ മാക്സിമം ഇതിന്റെ അളവും ആധിക്യവും കുറയ്ക്കുക എന്ന് വെച്ചാൽ ഉണ്ടാകാൻ നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ ചിലതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റിന് അത്ര അപകട സാധ്യതകൾ ഉണ്ടായാലും അതിനെ ലഘൂകരിക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം. സോ ഇറ്റ് വിൽ ഇൻക്രീസ് എന്താ പറയാ പ്രൊഡക്ടിവിറ്റി. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അതൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ നടപടികൾ സ്വീകരിച്ചിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നതെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും, മോട്ടിവേഷൻ കൂടും അല്ലെ, പ്രൊഡക്ടിവിറ്റി കൂടും, മോട്ടിവേഷൻ കൂടും, പിന്നെ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും, ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ മിസ്ഹാപ്പനിങ്സ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ഇത്തരം മിസ്ഹാപ്പനിങ്സിലേക്ക് എല്ലാ ശ്രദ്ധ കൊടുക്കേണ്ടത് പകരം ആ മിസ്ഹാപ്പനിങ്സ് ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ ചെലവുകളെ പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ അതിനു വേണ്ടി ചെയ്യേണ്ടത്. മനസ്സിലായോ? അല്ലാതെ നമുക്കൊന്നും അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. അതാ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു മാത്രം. ക്ലിയർ ആയോ? യെസ്. ഇനി കുറച്ച് രണ്ട് ഡെഫിനിഷൻസ് നമ്മളുടെ എംപ്ലോയീസ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാളുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആർ വെയിൻ മോണ്ടിയും അതുപോലെ തന്നെ ജാന എം കെമ്പും. രണ്ടുപേരും എന്താ പറയാ എംപ്ലോയി സേഫ്റ്റിയെ സംബന്ധിക്കുന്ന കുഞ്ഞു രണ്ട് ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആർ വെയിൻ മോണ്ടി ആണ്. എംപ്ലോയി സേഫ്റ്റി ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് എംപ്ലോയീസ് ഫ്രം ഇഞ്ചുറീസ് കോസ്ഡ് ബൈ വർക്ക് റിലേറ്റഡ് ആക്സിഡന്റ്സ്. വർക്ക് സംബന്ധമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നും എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അപകടങ്ങള് മുറിവുകളൊക്കെ നിന്നും എംപ്ലോയീസിനെ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എംപ്ലോയി സേഫ്റ്റി എന്നാണ് ആര് പറയുന്നത്? ആർ വെയിൻ മോണ്ടി പറയുന്നത് കേട്ടോ. ഓരോരുത്തരുടെയും ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡിസിപ്ലിനെ എന്താ പറയാ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഗ്രീവാൻസിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആർ വെയിൻ മോണ്ടി എന്താ പറയുന്നത്? എംപ്ലോയി സേഫ്റ്റി ഇൻവോൾവ്സ് ദ പ്രൊട്ടക്ടിങ് എംപ്ലോയീസ് ഫ്രം ഇഞ്ചുറീസ് കോസ്ഡ് ബൈ വർക്ക് റിലേറ്റഡ് ആക്ഷൻസ് ഓർ ആക്സിഡന്റ്സ്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തികൾ, അപകടങ്ങള് നിന്നും എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്. വീണ്ടും ജാന എം കെമ്പ് കൊടുത്തിരിക്കുന്ന മറ്റൊരു ഡെഫിനിഷൻ. സേഫ്റ്റി ഈസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സേഫ്റ്റി ഈസ് പ്രസന്റ് വെൻ പീപ്പിൾ ആർ ഫ്രീ ഫ്രം ബീയിങ് ബോഡിലി ഹാർംഡ്. എന്താണ് സേഫ്റ്റി എന്ന് പറയുന്നത്? സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഫിസിക്കലാണ്. ഫിസിക്കൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സേഫ് ആണ്. നമ്മളുടേതായ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്തു, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അണിഞ്ഞു, അതിന് വെൽ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാണ്. അത് ഫിസിക്കലാണ്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണോ ഇയാള്? അത് മാത്രമല്ല, സേഫ്റ്റി എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെൻ ദേ ആർ ഫ്രീ ഫ്രം ബോഡിലി ഹാം. നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉപദ്രവങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഈ നിമിഷത്തിന് പ്രസന്റ് കണ്ടീഷൻസിൽ ഇതിനൊന്നും പറ്റിയിട്ടില്ല, ഉപദ്രവമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എംപ്ലോയി സേഫ്റ്റി എന്ന് വിളിക്കുക. സേഫ്റ്റി നമ്മുടെ ബോഡിക്ക് തന്നെയാണ്. മനസ്സിലായോ? മനസ്സിലല്ല വേണ്ടത്, ബോഡിക്കാണ്. അതുകൊണ്ട് അതിനെ ഫിസിക്കൽ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നതാ. സേഫ് ആണ്, ഓക്കെ സേഫ് ആണ്. ആളുടെ രൂപം അല്ലെങ്കിൽ ആളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹീസ് ഓർ ഷീസ് സേഫ്. ആ ജോലി ചെയ്യാൻ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ജാന എം കെമ്പിന്റെ ഡെഫിനിഷൻ. Safety is both the physical and safety is present when people are free from being bodily harmed. Okay. ഇനി വീണ്ടും നമ്മൾ പറയാൻ പോകുന്നത് നീഡ് ഓഫ്
എംപ്ലോയി സേഫ്റ്റി. എന്തിനാണ് എംപ്ലോയീസിനെ സേഫ് ആക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യകത? എന്താണ് അതിന്റെ ആവശ്യം? അതാണ് നീഡ് ഫോർ സേഫ്റ്റി ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ സേഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളാണ് പറയുന്നത്. പറഞ്ഞോ പറഞ്ഞോ. മൺഡേ ക്ലാസ് ഇല്ല. അത് ചോദിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് സംശയമാണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ തന്നെ ചോദിച്ചേ. ഓക്കെ, യെസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ എംപ്ലോയീസിന്റെ സേഫ്റ്റിയുടെ ആവശ്യം? എന്താണ് അതിന്, എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ എംപ്ലോയീസിനെ സേഫ് ആക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ, ടു സേവ് ഹ്യൂമൻ ലൈഫ് ഫ്രം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോസസ്. അതായത് മനുഷ്യന്മാരുടെ ജീവൻ സംരക്ഷിക്കുക. പലതരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. എംപ്ലോയീസിന്റെ എന്താ പറയാ, എംപ്ലോയീസിന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത, ചിലപ്പോ എന്താ പറയാ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത. അപ്പൊ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഓർ ദ വാല്യുബിൾ തിങ്. ഹ്യൂമൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അസെറ്റ് ആണ്, ഒരു വലിയ വാല്യൂ ഉള്ള, മൂല്യമുള്ള ഒരു ഇതാണ് അല്ലെ. മനുഷ്യ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ വിലയേറിയതാണ്. മറ്റെന്ത് ജീവനേക്കാൾ ഹ്യൂമൻ ലൈഫ് തന്നെയാണ് ഏറ്റവും വലുത് അല്ലെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ we can see that. ആൻഡ് ഈ ഒരു ലൈഫിനെ സേവ് ചെയ്യുക എന്നുള്ളത് എല്ലാ എംപ്ലോയേഴ്സിന്റെയും ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അത് ഒരു നോൺ ട്രാൻസ്ഫറബിൾ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ എംപ്ലോയറിന്റെ. അപ്പൊ ഓരോ ഹ്യൂമൻ ബീങ്, ഓരോ ജീവനും വിലയുണ്ട്. അതുകൊണ്ട് ആ ജീവനുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ജീവനെ സംരക്ഷിക്കാൻ ഓരോ എംപ്ലോയറും അതിന് ശ്രദ്ധിക്കണം. ഏത് തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അവരെ എന്താ പറയാ മാറ്റാൻ, അല്ലെങ്കിൽ അത്തരം അപകട സാധ്യതകളെ ഒഴിവാക്കുന്ന എല്ലാ കാര്യങ്ങളും എംപ്ലോയർ സ്വീകരിച്ചിരിക്കണം. ടു സേവ് ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്. കേട്ടോ, മനസ്സിലായോ? ഒന്നാമത്തെ നീഡില് ആ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ആ 5 പോയിന്റും ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. നീഡ്സിലെ ഉള്ളില് ഞാൻ പറയുകയാണെങ്കിൽ മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ആ ബോൾഡ് ആയിട്ട് ഇരിക്കുന്നത് എന്തൊക്കെയാണ് എംപ്ലോയി സേഫ്റ്റിക്ക് ആവശ്യമുള്ളത്? ഒന്ന്, ടു സേവ് ഹ്യൂമൻ ലൈഫ്സ് ഫ്രം ലോസസ്. ഫ്രം അടുത്തത് ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഫിനാൻഷ്യൽ കോസ്റ്റ്. പിന്നെ ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ, ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്, ടു ബി ഫ്രീ ഫ്രം ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഫെയിലിയർ. ഓക്കെ, അപ്പൊ അത് 5 ആണ് കേട്ടോ. ഇനി അപ്പൊ നമുക്ക് എന്താണ് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ടു ഗെറ്റ് റിഡ് ഓഫ് ഫ്രം ഫിനാൻഷ്യൽ കോസ്റ്റ്. ഇനി സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ എംപ്ലോയി സേഫ്റ്റി വളരെ അത്യാവശ്യമാണ്. എംപ്ലോയീസിന് ഏതെങ്കിലും തരത്തില് എന്താ പറയാ ആ ഓർഗനൈസേഷനിൽ ജോലിക്ക് ഇരിക്കുക എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും എംപ്ലോയർക്ക് തന്നെയാണ്. എംപ്ലോയർ ആശുപത്രി കൊണ്ടുപോകണം, ചെലവൊക്കെ കൂടും, ഫിനാൻഷ്യൽ കോസ്റ്റ് വർദ്ധിക്കും. അപ്പൊ ആ പറയുന്ന ആളുടെ ചിലപ്പോ എന്താ പറയാ വൈകാരികങ്ങൾക്ക് വേണ്ടി പൈസ കൊടുക്കുക, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അങ്ങനെ വരുമ്പോ ആ വരുന്ന എല്ലാ ചെലവും, ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്, എല്ലാ ചെലവും വഹിക്കണം. ഡയറക്റ്റ് കോസ്റ്റ് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിക്കോട്ടെ. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ. ഒരാള് ജോലിയിൽ ഇരിക്കെ ആ ജോലിയുമായി ബന്ധപ്പെട്ടൊരു മരണം ഉണ്ടായി, അവിടെ ഇന്നത്തെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ചെയ്യുന്ന ജോലി കണക്ട് ചെയ്ത് എന്തെങ്കിലും പറ്റിയ ആള് എക്സ്പയർഡ് മരിച്ചുപോയി എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ആളുടെ ഫാമിലിനെ, കാരണം ചിലപ്പോ ആ ഫാമിലിയിലെ ഒരു ഇൻകം ഏർണിംഗ് പേഴ്സൺ ആയിരിക്കും അത് അല്ലെ, വരുമാന മാർഗം നേടുന്ന ഒരാളായിരിക്കും. അതിന്റെ അയാളുടെ അഭാവം കൊണ്ട് ആ വീട്ടുകാർക്ക് പെട്ടെന്ന് പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ അവരെ കുറച്ച് നാൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ചെലവുകൾ കൊടുക്കേണ്ടി വരും, ഫിനാൻഷ്യൽ ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ആ ഡിസീസ്ഡ് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ, അത് വരുന്ന ചെലവെന്താ? ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും മരണം ഉണ്ടായപ്പോ ആ ആൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവിടെ പെരുകുന്നു, ഇന്ററപ്റ്റഡ് ആകും. ഇന്ററപ്റ്റഡ് ആകാന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുക, ആ ചെയ്തിരുന്ന ജോലി അവിടെ പെൻഡിങ് ആവൂലേ? പെട്ടെന്ന് തന്നെ ഒരാൾ വയ്ക്കാൻ നോക്കിയിരിക്കുന്ന ആ ജോലി എടുത്ത് ഇന്ന ആൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. ആ ആളുടെ അഭാവം, ആളുടെ വർക്ക് അവിടെ കിടന്ന് പെൻഡിങ് ആകും, ഇന്ററപ്റ്റഡ് ആകും. എന്ന് വെച്ചാൽ അവിടെ എന്താ പറയാ തടസ്സപ്പെടും, ആളുടെ ജോലി അവിടെ തടസ്സപ്പെടും. അത് ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതിന് ഒരുപാട് ചെലവുകൾ അയാൾ വഹിക്കേണ്ടി വരും. പുതിയ വർക്കറിനെ കണ്ടുപിടിക്കണം, അവരെ ട്രെയിൻ ചെയ്യണം, അതൊക്കെ ചെലവല്ലേ? അതൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റിംഗ് വരും. മനസ്സിലായോ? അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ നഷ്ടങ്ങളും ഓർഗനൈസേഷൻ എംപ്ലോയർ വഹിക്കേണ്ടി വരും. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചെലവുകളെയും എംപ്ലോയർ വഹിക്കേണ്ടി വരും. അതിന്റെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചെലവുകൾ എന്ന് പറയുന്നത് സപ്പോർട്ട് ദ ഫാമിലി ഓഫ് ദ ഡിസീസ്ഡ് എംപ്ലോയി. മരിച്ചുപോയ എംപ്ലോയിയുടെ ഫാമിലിനെ കുറച്ച് നാളെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാലാകാലമല്ല, കുറച്ച് നാളെങ്കിലും.
ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ അവിടെ ജോലിക്ക് പോയിരുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ആള് മാത്രമാണ് അവിടുത്തെ ഇൻകം. അവിടെ കൊച്ചുങ്ങളുണ്ട്, ചിലപ്പോ ഭാര്യയുണ്ട്, വയസ്സായ ചിലപ്പോ അച്ഛനമ്മയൊക്കെ ഉണ്ട്. എല്ലാവരെയും നോക്കിയിരുന്നത് അല്ലെങ്കിൽ കൊച്ചിയിരുന്നത് ഈ ഒരാളാണ്. ആളുടെ അഭാവം, ആള് പിന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആൾക്ക് ഇവിടെ ബാക്കിയുള്ളവര് വേറെ എന്തെങ്കിലും ജോലി ഇല്ലാത്തവരാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടാൻ ബാക്കി ആർക്കെങ്കിലും ഒക്കെ, എന്നാലാണ് അവർക്ക് അവരുടെ സാഹചര്യം ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതിന് സമയമെടുക്കും. സോ ആ സമയമെടുക്കുന്നത് വരെയെങ്കിലും അവരെ കുറച്ച് നാളെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞത്, ഈ ഒരു ആളുടെ അഭാവം കൊണ്ട് ഇയാൾ മരിച്ചു പോയപ്പോ ആൾക്ക് വരുന്ന ആളുടെ ജോലി തടസ്സപ്പെടുന്നത്, ആ ജോലി പെൻഡിങ് ആകും. പിന്നെ മറ്റു കോസ്റ്റുകൾ എന്ന് പറയുന്നത് വേറൊരു പുതിയ വർക്കറിനെ നമ്മൾ കണ്ടെത്തണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അല്ലെ? അതൊക്കെയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഫിനാൻഷ്യൽ കോസ്റ്റ്. മനസ്സിലായ? അത് വായിച്ചു നോക്കാമോ? രണ്ടാമത്തെ പോയിന്റ്. അതില് നമ്മളുടെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ഒന്നാണ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ പോയിന്റില് ഡയറക്റ്റ് കോസ്റ്റ് തുടങ്ങി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇതൊക്കെ അടുത്തത് യെസ്. ഇനി അടുത്തത് ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്, അല്ലെ എംപ്ലോയർക്ക്? അതായത് എല്ലാ എംപ്ലോയീസും മെമ്പർ ഓഫ് സൊസൈറ്റി, സമൂഹത്തിലൊരു അംഗമാണ്. എല്ലാവരും സമൂഹത്തിലെ ഒരു അംഗമാണ്. ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് ഇരിക്കാൻ ഒരാൾക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും കാര്യമോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ചോദ്യം ചെയ്യും. വാട്ട് ഹാപ്പൻ ടു ഹിം ഓർ ഹർ? എന്ത് സംഭവിച്ചു ആൾക്ക്, അല്ലെ? ചോദ്യം ചെയ്യും. കാരണം എന്താ, നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണോ, സമൂഹ ജീവിയാണോ, അങ്ങനെ എന്താ പറയുമല്ലോ, അല്ലെ? ഇത് ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ബീയിങ്, അങ്ങനെയാണ് ഇംഗ്ലീഷ്. അതാണ് മലയാളത്തിൽ സാമൂഹ്യം എന്നാണോ സമൂഹം എന്നാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വ്യക്തമാക്കുന്നില്ല. അപ്പൊ ഹ്യൂമൻ എന്ന് പറയുന്നത് സോഷ്യൽ ബീയിങ് ആണ്, സോഷ്യൽ വെൽ ബീയിങ് ആണ്. നമ്മൾ സമൂഹ ജീവിയാണ്, അല്ലെ? സോഷ്യൽ അനിമൽ ആണ്, സോഷ്യൽ ബീയിങ് ആണ്. അപ്പൊ നമുക്ക് സമൂഹത്തോടും ഓരോരുത്തർക്കും ഓരോ പ്രതിബദ്ധതകളുണ്ട്. അപ്പൊ ഒരു എംപ്ലോയർ ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനെയും അവരെല്ലാവരും ഒരു സോഷ്യൽ അനിമൽ ആണ്, ഒരു സോഷ്യൽ ബീയിങ് ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേ ഹാവ് ടു ഗിവ് ദം പ്രൊട്ടക്ഷൻ. അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം, അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദേ ഹാവ് ടു അവോയ്ഡ് സം ഒക്കറൻസ് ഓഫ് എനി മിസ് ഹാപ്പനിങ്സ്. അതായത് അവരുടെ ഭാഗത്തുനിന്ന്, അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ വേണ്ടാത്തതോ ഒക്കെ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ആര്? എല്ലാ എംപ്ലോയേഴ്സും, അല്ലെ? അതാണ് പറയുന്നത് ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ. ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് ഓരോ എംപ്ലോയീസിന്റെയും ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്. And the rest one to be free from insurance premium cost. ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റിൽ നിന്നും ഫ്രീ ആണ്. നമുക്കറിയാം, ഇപ്പൊ ഈ അപകട സാധ്യതകൾ കൂടുതലുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആ വർക്കേഴ്സിന്റെ പേരില് ഇപ്പൊ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ആയിട്ട് ചില ഇൻഷുറൻസിലൊക്കെ എംപ്ലോയർമാര് എന്താ പറയാ ഇൻഷുറൻസ് എടുക്കും. ഇപ്പൊ ഭയങ്കര അപകട സാധ്യതകൾ നിറഞ്ഞ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്തിടപഴകുന്ന ആൾക്കാർ. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ടിട്ട് ഒരു ബൾബിനെ കത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നവരല്ല. നമ്മുടെ ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ ട്രാൻസ്ഫോമേഴ്സിനെയോ അല്ലെങ്കിൽ വലിയ പോസ്റ്റിലൊക്കെ കയറി എപ്പോഴും ജോലി ചെയ്യേണ്ടവരോ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വലിയ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആള്, അതിന്റെ പ്രവർത്തനമൊക്കെ അപ്പൊ ചിലപ്പൊക്കെ ബ്രേക്ക് ഡൗൺ ആയി, അപ്പൊ നമ്മൾ തന്നെ ഒന്ന് റിപ്പയർ ചെയ്യും. ഒരു സാധനം നമ്മളുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ഒന്ന് അതിനെ ശരിയാക്കാൻ നോക്കൂലേ? നമ്മൾ തന്നെ നോക്കൂലേ? ഇത് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി അപ്പൊ തന്നെ നമ്മൾ വേഗം കൊണ്ട് നന്നാക്കാൻ കൊടുക്കുകയാണോ ചെയ്യുന്നത്? നമ്മളുടേതായ രീതിയിലൊന്ന് പയറ്റി നോക്കും അതിനെ. ലൈക്ക് ഒരു അയൺ ബോക്സ് ചീത്തയായി പോയി, അല്ലെങ്കിൽ ഒരു മിക്സി ഒന്ന് കേടായി, നമ്മൾ തന്നെ ഒന്നില്ലെങ്കിൽ ഒന്ന് രണ്ട് തട്ടുമുട്ടൊക്കെ കൊടുക്കും. വെറുതെ എവിടെയെങ്കിലും അതിന്റെ ഇത് കമഴ്ത്തി വെച്ചിട്ട് അതിന്റെ സ്ക്രൂ ഒക്കെ ഒന്ന് ഇളക്കി നോക്കും, അല്ലെ?
നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും, ഞാൻ പറഞ്ഞത് നമ്മളൊന്നും തന്നെയല്ല, നമ്മുടെ വീട്ടിൽ തന്നെ അതൊന്നും ചെയ്യാൻ നോക്കും. അതെ, അതുപോലെ തന്നെ അപ്പൊ ഇവിടെ ബിസിനസ് ഓർഗനൈസേഷനിൽ വലിയ വലിയ ഫാക്ടറീസിൽ വലിയ വലിയ മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ പെട്ടെന്നൊക്കെ സ്റ്റക്കായി നിന്ന് അവർ അവിടെ ഇവിടെ പോയിട്ട് ഒന്ന് ഇളക്കി നോക്കും, ചിലപ്പോൾ ഒന്ന് കറക്കി നോക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് അപകടങ്ങൾ വരാനും പല രീതിയിലുള്ള ആക്സിഡൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് കാരണം എന്ത് ചെയ്യുന്നറിയോ, എല്ലാ എംപ്ലോയർമാരും ഈ പറയുന്ന വർക്കേഴ്സിന്റെ പേരിലൊക്കെ ചില ഇൻഷുറൻസ് ഒക്കെ ചേരും. മനസ്സിലായോ? അപ്പൊ ഇൻഷുറൻസ് ചേരുമ്പോ അതിന്റെ അർത്ഥം എന്താ, നമുക്ക് ഒരു ഇയറിൽ, ഒരു വർഷത്തിലാണ് എല്ലാം അങ്ങനെ തന്നെ. ഇപ്പൊ വയസ്സായവർക്കൊക്കെ ഉണ്ട് കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ 60 വയസ്സോ 70 വയസ്സിനൊക്കെ മേളിലുള്ളവർക്കൊക്കെ ഉള്ള പുതിയ ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾഡ് ഏജിനെയൊക്കെ, ഓൾഡ് പീപ്പിളിനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓൾഡ് ഏജിലാവുമ്പോഴാണ് മിക്കവാറും ഇന്നത്തെ കാലത്ത് ഇവര് എന്താ പറയാ അച്ഛനമ്മയൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നത് അല്ലെ. അതുവരെയൊക്കെ അവരുടെ കൂടെയൊക്കെ നിർത്തിയിട്ട് ഓൾഡ് ഏജിലാകുമ്പോൾ അവരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് അവരൊക്കെ ഒറ്റപ്പെട്ടു പോകുക. ചിലപ്പോൾ അച്ഛനമ്മയ്ക്ക് മാത്രം, പ്രായം ചെന്നവരൊക്കെ മാത്രമായിട്ട് ആയിപ്പോകും. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകാരികകൾ വന്നാൽ, ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അവർക്ക് വേണ്ടി ആര് കാശ് ചെലവാക്കും? മക്കളൊക്കെ ആണെങ്കിൽ ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആര് കാശ്? അപ്പൊ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമുകളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഒക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഇൻഷുറൻസുകൾ നമ്മളുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ പേരിലൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഇയറിലേക്കാണ്. ആ ഒരു ഇയറിൽ ഇടയിൽ എംപ്ലോയീസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ക്ലെയിം കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഹോസ്പിറ്റലൈസേഷൻ ചാർജ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഓർഗനൈസേഷൻസിൽ ഒരു പ്രിക്കോഷൻസും എടുത്തില്ല, നടപടിയൊന്നും സ്വീകരിക്കാണ്ട് തോന്നിയ പോലെയൊക്കെ മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ വരുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് അപകടം വന്നാൽ എന്താ പറ്റുക? എല്ലായ്പ്പോഴും ഒന്നും ഇൻഷുറൻസ് കമ്പനി എന്റെ ക്ലെയിമൊന്നും തരില്ല, അല്ലാണ്ട് പോയി ചികിത്സിച്ചോ പൈസ ഇൻഷുറൻസ് കമ്പനി കൊടുത്താളൊന്നും പറയില്ല. അതിനൊരു പ്രത്യേക ലിമിറ്റ് ഉണ്ട്, ആ ഒരു ടൈം ഡ്യൂറേഷൻ. അപ്പൊ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത വർഷം അത് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഇൻഷുറൻസ് ക്ലെയിമുകളെ ഒഴിവാക്കാൻ നമ്മള് എംപ്ലോയീസ് എപ്പോഴും സേഫ് ആകണം, സ്വയം സേഫ് ആകണം. അത് കുഴപ്പമില്ല, ഇതെന്തെങ്കിലും പറ്റിയാലും എനിക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വേഗം ചെന്ന് ചെയ്യാണ് ചെയ്യണേ, അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുന്നു. കാരണം ഈ ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നത് ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് ആ എമൗണ്ട് അങ്ങോട്ട് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് കമ്പനി തരില്ല. പിന്നെ കുട്ടി നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്കാണ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അങ്ങനെയൊക്കെയല്ലേ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒക്കെ കിട്ടുന്നേ. മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും അങ്ങനെ കിട്ടാം. ഇത് വയസ്സായവർക്കുള്ള ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ചില സ്കീംസ് ഉണ്ട്. അത് 5 വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അത് വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ വയസ്സായ കാലത്താണ്. ഇപ്പൊ ആണെങ്കിലും മിക്ക വീടുകളിലും അല്ലാണ്ട് തന്നെ ഇട്ടിട്ട് പോകുന്നതല്ല, നമുക്കറിയാം ജോലിയുടെ ഭാഗമായിട്ടൊക്കെ പലരും പല സ്ഥലത്തേക്കൊക്കെ പോകും. ചിലപ്പോ എന്താ പറയാ ഫാമിലി ആയിട്ട് വേറെ സ്ഥലങ്ങളിൽ പോകും, ചിലപ്പോ ഔട്ട് ഓഫ് ദി കൺട്രി പോകും, എബ്രോഡൊക്കെ പോയി ജോലി ചെയ്യുന്നവര്. അപ്പൊ വീട്ടില് ഒക്കെ അച്ഛനമ്മമാര് മാത്രമാകും, ചിലപ്പോ അമ്മ മാത്രമാകും. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, 2 പേര് മാത്രമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഈവൺ വീടുകൾ അടച്ചിട്ട് പോയവരോടുണ്ട് അല്ലെ. ഇന്ന് അതാണ് കാണുന്ന ഒരു സ്ഥിരം കാഴ്ച. കാരണം നമ്മുടെ നാട്ടില് ജോലി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് കൂലി അതിനനുസരിച്ചില്ല അല്ലെ. അതുകൊണ്ടാണ് ആളുകൾ എല്ലാവരും ജോലിക്ക് വേണ്ടി ഇന്ന് വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എല്ലാവരും പുറത്തേക്കൊക്കെ പോകുന്നത്. പറയും നമ്മൾ, നമ്മുടെ നാട്ടില് യുവജനങ്ങളില്ല, യൂത്തിന്റെ ഒരു അഭാവമുണ്ട്. യൂത്താണ് മെയിൻ അസറ്റ് ഓഫ് കൺട്രി. രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് അല്ലെ, ആസ്തി എന്ന് പറയുന്നത് അവിടുത്തെ യുവജനങ്ങളാണ്. കാരണം ദേ ആർ എനർജറ്റിക് അല്ലെ. അവരെപ്പോഴും എന്താ പറയാ ചാടി നിൽക്കുന്നവരാണ്, ഭയങ്കര എനർജി ഉള്ളവരാണ് അവര്. എന്ത് കാര്യം രാജ്യത്തല്ല അവരവരുടെ പ്രദേശങ്ങളിൽ വന്നാലും ഏറ്റവും ആദ്യം ഇടപെടുന്നത് അവരാ. അങ്ങനെയുള്ള യങ് ബ്ലഡ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി തുടങ്ങി. നമ്മുടെ നാട്ടിൽ യങ് ബ്ലഡുകളെ കാണാനില്ല അധികം. പഠനത്തിന്റെ ഭാഗമായി, ജോലിയുടെ ഭാഗമായി +2 ഡിഗ്രിയോ ഒക്കെ വാങ്ങിച്ചിട്ട് വേഗം തന്നെ സ്റ്റാൻഡേർഡാണ്. കാരണം നമുക്ക് ഇവിടെ എക്സിസ്റ്റൻസ് ഇല്ല. നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ പുറം രാജ്യങ്ങളെ ആശ്രയിക്കണം എന്നുള്ള ചിന്ത, അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് പിള്ളേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഫോഴ്സ് ചെയ്യപ്പെടുന്നത്. അതേസമയം നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ ഇതുപോലെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഒരുപാട് ജോലികളൊക്കെ കൊടുക്കാൻ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഈവൻ ഹോസ്പിറ്റൽസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ. പക്ഷേ നഴ്സസ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് പുറത്താണ്. നമ്മുടെ നാട്ടില് പഠിക്കുന്നുണ്ട്, നഴ്സിംഗ് പഠിക്കുന്നു, പഠിക്കലൊക്കെ ഉണ്ട്. പക്ഷെ ജോലി ചെയ്യാൻ എക്സ്പീരിയൻസ് കിട്ടി ജോലി ചെയ്യാൻ പോകുമ്പോൾ പുറത്തേക്ക് പോകും. കാരണം എന്താ, ഇവിടെ കിടന്ന് 12 മണിക്കൂർ ജോലി ചെയ്താലും കിട്ടുന്ന ശമ്പളത്തിന്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയും വെറും 3-4 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ വിദേശത്ത് കിട്ടും. സിമ്പിൾ റീസൺ അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് മാറി വരുമായിരിക്കും. ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ ജനറേഷനൊക്കെ വരുമ്പോഴേക്കും
മാറി വരട്ടെ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. ഇന്ത്യയിലെ കുട്ടികൾ പഠിച്ച് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യട്ടെ. അപ്പോഴാണ് നമ്മളുടെ ഇതിന് വാല്യൂ ഉള്ളൂ, നമ്മുടെ മണിക്ക് മറ്റൊക്കെ വാല്യൂ ഉണ്ടാകുള്ളൂ അല്ലെ. അതല്ലേ യെസ്, അതാണ് നമ്മുടെ ആഗ്രഹവും. അപ്പൊ പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റിംഗ് കുറയ്ക്കാനായിട്ട് എംപ്ലോയീസ് സേഫ് ആയിട്ട് ഇരിക്കണം. പലതരത്തിലുള്ള അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കി ജോലി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഷുറൻസിന്റെ തുക മാക്സിമം അറ്റം വരെ നമുക്ക് കൊണ്ടുപോകാം അല്ലെ. വെറുതെ നമ്മൾ അതൊക്കെ വെറുതെ ശ്രദ്ധയില്ലാതെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് എന്തെങ്കിലും അപകടം വിളിച്ചു വരുത്തി ഇൻഷുറൻസ് തുക കഴിഞ്ഞു പോയി, പിന്നെ അടുത്തത് വരുമ്പോ എന്തെങ്കിലും വീണ്ടും വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇയറിന് ഇടയിൽ എന്തെങ്കിലും വന്നാൽ പിന്നെ കയ്യിൽ കാശ് കൊടുക്കേണ്ടി വരും. അത്ര തന്നെ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ടു ബി ഫ്രീ ഫ്രം ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് അഗെയിൻസ്റ്റ് എനി സേഫ്റ്റി ഫെയിലിയർ. സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട്, സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെ പരാജയപ്പെട്ട ആളുകൾ, അങ്ങനത്തെ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാണ്, നമ്മളുടെ എന്തെങ്കിലും തരത്തില് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്കോർഡിംഗ് ടു ഫാക്ടറീസ് ആക്ട് 1948 1948 ഫാക്ടറീസ് ആക്ട് പ്രകാരം എല്ലാ എംപ്ലോയർമാരും, ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്, സീരിയസ് ആയിട്ട് ഇതിനെ കാണാതെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഈ പറഞ്ഞ എംപ്ലോയീസ് വിളിച്ചു വരുത്തിയാൽ ഇവർക്ക് പലതരത്തിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ലൈക്ക് ഫൈൻ, ചിലപ്പോൾ ഫൈൻ ആയിരിക്കും, 1 രൂപ 2 രൂപ ഒന്നും ആയിരിക്കില്ല, ലക്ഷങ്ങളൊക്കെ ആയിരിക്കും ഫൈനായിട്ട് വരാം. അത് അക്കോർഡിംഗ് ടു ദ മിസ് ഹാപ്പനിങ്സ്, എന്താണോ സംഭവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ. ചിലപ്പോ എന്തെങ്കിലും ഭാഗികമായ ആക്സിഡന്റുകളൊക്കെ ആണെങ്കിൽ, ജീവൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, ജീവൻ മരിച്ചു പോയെങ്കിൽ, ജീവൻ ഇല്ലാണ്ടായി പോയെങ്കിൽ ആ രീതിയിൽ. അപ്പൊ എത്രയാണോ ഫൈൻ ചോദിക്കുന്നത് പോലെ കൊടുക്കണം. അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ്, ചിലപ്പോ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ ബോത്ത്, രണ്ടും ഫൈനും ഇംപ്രിസൺമെന്റും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. ആൻഡ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സീരിയസ്നെസ് ഓഫ് മിസ് ഹാപ്പനിങ്. ഇത്തരം മിസ് ഹാപ്പനിങ്സ് എന്താണോ അതിന്റെ ഗൗരവം അനുസരിച്ചായിരിക്കുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുക. ഫാക്ടറീസ് ആക്ട് 48 പ്രകാരം ഒന്നുകിൽ ഫൈൻ, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ ബോത്ത്. ഓക്കെ, മനസ്സിലായ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും അതിൻ്റെതായ രീതിയിൽ അതിനുള്ള അധികാരികൾ തീർച്ചയായിട്ടും അതൊക്കെ ഉറപ്പുവരുത്തണം. ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ്, അതുകൊണ്ട് ഈ നമ്മുടെ ഫാക്ടറീസിന്റെ ചീഫ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ഇത് എല്ലാ യന്ത്രങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, പ്രവർത്തനനിരതമാണോ, അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ ആണോ, വർക്കിംഗ് കണ്ടീഷൻസ് ആണോ എന്നൊക്കെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തണം. മനസ്സിലായോ? അപ്പൊ മാത്രമല്ല സേഫ്റ്റി മെഷേഴ്സ് എല്ലാവരും ഒരു ശ്രദ്ധിക്കുക, ഒരു വാച്ച് ചെയ്യുക, എംപ്ലോയീസിനെയും അവരുടെ മെഷീൻസും ഒക്കെ ഒന്ന് നോക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അതിൽ നമുക്ക് ഈ ഫസ്റ്റ് സെന്റൻസ് അക്കോർഡിംഗ് ടു ഫാക്ടറീസ് ആക്ട് 1948 an employer does not maintain sufficient safety measures resulting in serious industrial disaster may have to pay a fine or may be imprisoned or both depending on the seriousness of the mistake. Our sentence ita full ആയിട്ട് മിസ്ഹാപ്പനിങ്സിന്റെ ഷോർട്ട് ഫോം ആണ്. മിസ്ഹാപ്പനിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അരുതാത്തത് സംഭവിക്കാന്ന് പറയില്ലേ, അരുതാത്തത് സംഭവിക്കാന്ന് പറയില്ലേ, അത് തന്നെ മിസ്ഹാപ്പ്. അങ്ങനെ പറയാറില്ലേ, അരുതാത്തത് സംഭവിക്കുക. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ നേരത്തെ എംപ്ലോയീസ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ചില സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ പറഞ്ഞല്ലോ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫാക്ടറീസ് ആക്ട് 1948 ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സെക്ഷൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എംപ്ലോയി സേഫ്റ്റിയുടെയും ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് പരമായിട്ടുള്ള ചില നിയമങ്ങൾ എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടി കുറെ സെക്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് ഫ്രം സെക്ഷൻ 21 അപ് ടു സെക്ഷൻ 40 ആണ് തോന്നുന്നു. 40 41 ആണോ?
21 മുതലാണ് നമ്മുടെ സെക്ഷൻസ് തുടങ്ങുന്നത് 41 വരെ. യെസ്, 41. ഓക്കെ, 21 മുതൽ 41 വരെ എന്താണ് സെക്ഷൻസില് എംപ്ലോയീസ് സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ 11 മുതൽ 20 വരെ പഠിച്ചത് എംപ്ലോയീസ് ഹെൽത്ത് ആണ്. അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ എംപ്ലോയീസ് സേഫ്റ്റി ആണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഫെൻസിങ് ഓഫ് മെഷീനറി. സെക്ഷൻ 21 ആണ്. ഫെൻസിങ് ഓഫ് മെഷീനറി. ഫെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വേലിന്ന് കേട്ടോ, വേലി. മെഷീനറിക്ക് വേലി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വേലിയൊന്നും കേട്ടോണ്ട. ചില മെഷീൻസ് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര വിഭാഗാരമായ മെഷീൻസ് ഒക്കെ ഉണ്ടാവും ചില ഫാക്ടറീസിലൊക്കെ. എല്ലാ മെഷീൻസും നമ്മൾ കണ്ടല്ല. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ബിഗസ്റ്റ് മെഷീനറിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫാക്ടറീസ് ഒക്കെ ഇല്ലേ, ഉത്പാദനം. ഇപ്പൊ കാറിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറീസ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ അതിന്റെയൊക്കെ മെഷീൻസ് എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് ടെക്സ്റ്റൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. വലിയ വലിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചില ബിസിനസ് ഓർഗനൈസേഷനില്. അപ്പൊ ഇത്തരം വലിയ യന്ത്രങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ മാത്രമല്ല അതിൽ കൂടിയൊക്കെ പോകുന്നവര്, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ മര്യാദയ്ക്ക് അറിയാത്തവര് ഒക്കെ ചിലപ്പോൾ അതിൽ കൂടിയൊക്കെ അടുത്തുകൂടിയൊക്കെ പാസ് ചെയ്ത് പോകും. പാസ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അറിയാതെ ഇതിൽ വരുന്ന തട്ടോ മുട്ടൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. വലിയ അപകടമൊക്കെ ചിലപ്പോൾ സംഭവിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അടുത്തൊക്കെ അതിനെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചെല്ലാതിരിക്കാനും അതിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം മെഷീൻസ് ഉണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ഫെൻസ് ചെയ്ത് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ അതിനകത്തോട്ട് ആ ഭാഗത്തിന്റെ അകത്തോട്ട് പ്രവേശിക്കാത്ത രീതിയിൽ അതിനെ ഫെൻസ് ചെയ്യും. ഇപ്പൊ വലിയ ജനറേറ്ററൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ അതൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഏറ്റവും അടുത്ത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അമ്പലങ്ങളില് പള്ളികളിലൊക്കെ വലിയ ജനറേറ്റേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പവർ കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പൊ അങ്ങനെയുള്ളത് ഇങ്ങനെ വെച്ചേക്കുന്നത് വെറുതെ ഇങ്ങനെ വെക്കില്ല. കാരണം അതിന്റെ അടുത്തേക്കൊക്കെ പിള്ളേരൊക്കെ വല്ല അറിയാതൊക്കെ ഓടിച്ചെന്ന് കയറി പോകാൻ സാധ്യത. അതുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ചുറ്റും വേലിയല്ല, ഇന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട കമ്പി കൊണ്ടൊക്കെ വല്ല വാതിലൊക്കെ വെച്ച് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഈ നമ്മുടെ ഗേറ്റിന് ഉണ്ടാക്കുന്ന സാധനം വെച്ചിട്ടേ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതല്ല, അത്രേ ഉള്ളൂ. അതാണ് ഫെൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ഒക്കെ വെച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. അത് കണ്ടല്ലോ, ഇലക്ട്രിക് ജനറേറ്റർ, റോട്ടർ കൺവെർട്ടർ, എന്തൊക്കെയോ പല മെഷീൻസ് ആണ്, പല മോട്ടോഴ്സ്, പിന്നെ വലിയ വലിയ മെഷീനറീസിന്റെ ഡേഞ്ചറസ് പാർട്സ്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ഇതൊക്കെ പറയുന്നത് നമ്മുടെ സെക്ഷൻ 21 ഏത് എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നീക്കി അങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റുന്ന മെഷീനറി ആയിക്കോട്ടെ, നീക്കാൻ പറ്റാത്ത മെഷീനറി ആയിക്കോട്ടെ, ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് അതനുസരിച്ചുള്ള ചില നിയമങ്ങൾ കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന് കൃത്യമായ അധികാരമുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് ഇതിന്റെ മെഷീനറിക്ക് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഫെൻസ് ചെയ്യണം. അപ്പൊ ആ മെഷീനറി നമ്മൾ അങ്ങനെ ഫെൻസ് ചെയ്യണം. അതല്ലാണ്ട് അവർ ഗവൺമെന്റ് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് പോയി ഇവരത് പരിഗണിക്കുന്നില്ല, അങ്ങനെ തന്നെ വിട്ടു. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഇതുമായി റിലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടും അല്ലെ? ഈ നേരത്തെ പറഞ്ഞ സാധനം കിട്ടും, ഒന്നുകിൽ ഫൈൻ കിട്ടും, അല്ലെങ്കിൽ തടവ് കിട്ടും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് കിട്ടും. മനസ്സിലായോ? സെക്ഷൻ 21 ഫെൻസിങ് ഓഫ് മെഷീനറി. ഉള്ളിലുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. സെക്ഷൻ മാത്രം ഏതാണെന്ന് പഠിക്കാം. സെക്ഷൻ 21 ആണ് കേട്ടോ എംപ്ലോയി സേഫ്റ്റി തുടങ്ങുന്നത്. എംപ്ലോയിയുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് തുടങ്ങുന്നത് സെക്ഷൻ 21 ആണ്. മനസ്സിലായോ? അടുത്തത് ഒന്നുകൂടി പറയാം. അടുത്തത് സെക്ഷൻ 22 ആണ്. വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. ചില യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് when they are in operation, അത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന മെഷീൻസ്, അങ്ങനെയുള്ള മെഷീൻസിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മെഷീന്റെ ഏതെങ്കിലും ഒരു ഭാഗം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ ആൻ എക്സ്പേർട്ട് വർക്കർ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരും പാടുള്ളൂ. അത്തരം മെഷീൻസ്, വലിയ വലിയ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനും അതിനെ മൂവ് ചെയ്യിപ്പിക്കാനും വർക്ക് ചെയ്യിപ്പിക്കാനും എക്സ്പേർട്ട് ആയിട്ടുള്ള കുറെ വർഷങ്ങളായിട്ട് അതുമായിട്ട് നല്ല എക്സ്പീരിയൻസ്, നല്ല എന്താ പറയാ തഴക്കവും പഴക്കവും ഒക്കെ ഉള്ള ആൾക്കാരാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും എത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും they have to wear tight fitting clothes. ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം. ഇതിലൊക്കെ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ചില ആൾക്കാർ ചില സ്ഥലത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കാണാം
അവരുടെ മേലില് ഇട്ട് തയ്ച്ച പോലെ ഒട്ടി കിടക്കുന്ന രീതിയിലുള്ള ഈ സാധനങ്ങളായിരിക്കും ഇട്ടിട്ട് അത്തരം മെഷീൻസ് ഹാൻഡിൽ ചെയ്യാം. അതെന്താ കാരണമുണ്ട്. ഇത്രയും ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന സാധനമൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് അതിന്റെ അടുത്ത് നിന്ന് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇതിന്റെ ഏതെങ്കിലുമൊക്കെ പാർട്സ് അവിടെ ഇവിടെയൊക്കെ ഉടക്കും. കാരണം ഇത് ലൂസല്ലേ, ലൂസായി കിടക്കല്ലേ. അപ്പൊ നമ്മൾ നടക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും സാധനത്തിൽ കുളപ്പിക്കുകയോ ഉടക്കുകയോ ചെയ്യും. അത് തന്നെ മതി വലിയ അപകടത്തിലേക്ക് നയിക്കാനായിട്ട്. അപ്പൊ അതിൽ കൂടി തന്നെ ഉടക്കി കഴിഞ്ഞാൽ പിടിച്ചു വലിച്ച് നമ്മൾ ആ മെഷീന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ചിലപ്പോൾ ആളെങ്കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ, പിന്നെ ഈ പുള്ളി വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ബെൽറ്റ് ഒക്കെ ഉണ്ടാവൂലേ മെഷീൻസ് പ്രവർത്തിപ്പിക്കാൻ, ചില ചക്രങ്ങളൊക്കെ ഇതാക്കാനായിട്ട് വലിയ വീതിയുള്ള ബെൽറ്റ്. ഇപ്പൊ ഈ അരിയൊക്കെ പൊടിക്കുന്നേം നെല്ലൊക്കെ കുത്തുന്നേം എന്താ പറയാ മില്ലുകളിൽ പോയിട്ടുണ്ടോ? ചെറുതിലൊക്കെ നമ്മളൊക്കെ കുറെ പോയിട്ടുണ്ട്. ചോദിക്കുന്നത് അല്ലെ? അവിടെ കണ്ടിട്ടില്ലേ ഈ ഗോതമ്പൊക്കെ പൊടി ഉണ്ടാക്കുന്ന സ്ഥലത്തെ അതിന്റെ ആ 2 ചക്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു വലിയ വീതിയുള്ള ബെൽറ്റ്, റബ്ബറിന്റെയോ അങ്ങനെ സാധാരണ ബെൽറ്റാണ്. അതിങ്ങനെ കറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറെ നേരത്തെ ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അന്നൊക്കെ അതൊക്കെ പൊടിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അതുമൊക്കെ തന്നെ ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ മൂവ് ചെയ്യുന്നു, ഇതെങ്ങനെ അകത്തോട്ട് പോകുന്നു, ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കും അല്ലെ? അപ്പൊ അത്തരം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇത് ഈ ബെൽറ്റിന്മേ കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കയറി നമ്മൾ അതിൽ കൂടി പെട്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താ പറയാ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കണം എന്നുള്ളതും, പിന്നെ എക്സ്പേർട്സ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നതും, പിന്നെ ഇത് ഓപ്പറേഷൻ കണ്ടീഷൻസിലാകുമ്പോൾ കുട്ടികളും സ്ത്രീകളും ഈ പറയുന്ന സാധനങ്ങൾ ഇതിന്റെ അടുത്തേക്ക് പോകാനോ ഇതിന്റെ ഏതെങ്കിലും പാർട്സ് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും അടുത്തേക്ക് പോകാൻ പാടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് ഒന്ന് അടുത്ത് നിന്ന് ഇതൊക്കെ ഒന്ന് തിരിക്കാനോ മറിക്കാനോ ഒന്നും കുട്ടികളും പോകാൻ പാടില്ല, സ്ത്രീകളും പോകാൻ പാടില്ല. എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അതും ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിച്ചിട്ട്. അതാണ് സെക്ഷൻ 22, വർക്ക് ഓൺ നിയർ മെഷീനറി ഇൻ മോഷൻ. മനസ്സിലായോ? യെസ്. അപ്പൊ 2 സെക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എംപ്ലോയി സേഫ്റ്റിയുടെ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത്, എംപ്ലോയീസിന്റെ ഹെൽത്ത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം എംപ്ലോയി സേഫ്റ്റി എന്താണെന്ന് പറഞ്ഞു, അത് 2 ഡെഫിനിഷൻസ് കണ്ടു. പിന്നെ എംപ്ലോയി സേഫ് ആക്കുന്നതിന്റെ നീഡ്, ആവശ്യം എന്താണെന്ന് ഒരു 5 പോയിന്റ് പറഞ്ഞു. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിലേക്ക് വന്നു. അപ്പൊ 2 പോയിന്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിൽ പറഞ്ഞിട്ടുള്ളൂ, സെക്ഷൻ 21 സെക്ഷൻ 22. ഓക്കെ, അതൊന്ന് 2 പേർക്ക് വായിച്ചു നോക്കിക്കോ. നിങ്ങൾ കുറെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകണം, അതുകൊണ്ടാണ്. വായിച്ചോ? ഓക്കെ, ഈ ചാപ്റ്റർ ഇനി 2-3 പേജ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചാപ്റ്ററോടെ ബാക്കി എടുക്കേണ്ടത് ഞാൻ തന്നെ എടുക്കേണ്ടി വരും. ഞാൻ ഏത് ചാപ്റ്റർ എടുത്തേന്ന് നിങ്ങൾക്ക് പറയാമോ? ആദ്യം എടുത്തത് ഞാൻ ഏത് ചാപ്റ്റർ? ഗ്രീവൻസിന് മുമ്പ് ചാപ്റ്റർ എടുത്തിട്ടില്ലേ? ഈ ചാപ്റ്ററിന് മുമ്പ് അറിയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 3rd ചാപ്റ്റർ അല്ലെ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ? യെസ്, അതെ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും എല്ലാ ക്ലാസ്സിലും പല ക്ലാസ്സിലും എടുക്കുമ്പോഴേ മറന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എടുത്തത് ഞാൻ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഗ്രീവൻസ് ഇപ്പൊ ഏകദേശം ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ തീരില്ലായിരിക്കും. പോയിന്റുകൾ ഇങ്ങനെ കുറെ പറയാനുണ്ടല്ലോ അതിനുള്ളില്. നിങ്ങൾക്ക് പഠിക്കാൻ അധികം ഇല്ലെങ്കിലും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി തരാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ ഒരു ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിന്റെ പകുതി കൊണ്ട് തീരും. അത് കഴിഞ്ഞൊരു ചാപ്റ്റർ നമുക്കവിടെ കിടക്കുന്നുണ്ട്, ടാലന്റ് മാനേജ്മെന്റ്. കേട്ടോ, ഞാൻ തന്നെ തുടങ്ങേണ്ടി വരും മിക്കവാറും. കാരണം ബാക്കി ടീച്ചേഴ്സിന്റെ അത് കഴിഞ്ഞിട്ടില്ലല്ലോ, ബാക്കി 2 പേരുടെ ഇല്ലേ? കഴിഞ്ഞിട്ടില്ലല്ലോ, തീരാറായിട്ടും ഇല്ലെന്ന് തോന്നുന്നു. കുറച്ചധികം പേജസ് അവരുടെ ചാപ്റ്റേഴ്സിലുണ്ട് അല്ലെ? അപ്പൊ ഞാൻ തന്നെ തുടങ്ങും. ഓക്കെ, സോ അടുത്ത ദിവസം ബൈ. താങ്ക് യു.